നടന്ന് ഒഴിവാക്കി കൊടുക്കുക. ഗുഡ് മോർണിംഗ് ബ്രോ. നിങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. പ്ലീസ്. സോറി. അങ്ങനെ മലയാളത്തിലെ യുവനടി മീരാനന്ദൻ വിവാഹിതയായി. ഇന്നലെ ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു കല്യാണം. ഓക്കെ, അപ്പോൾ കല്യാണം സാധാരണ സെലിബ്രിറ്റികളുടെ കല്യാണം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരുപാട് ക്യാമറാമാൻമാരും ഒരുപാട് മീഡിയക്കാരും ഒരുപാട് മൊബൈൽ ഫോണിൻ്റെ ക്യാമറയെല്ലാം ഓണാക്കിക്കൊണ്ട് ഒരുപാട് പേര് പുറകെ ഉണ്ടാവും. അങ്ങനെ മീരാനന്ദൻ്റെ കല്യാണത്തിനുണ്ടായിരുന്നു ഒരുപാട് പേര്. പുള്ളിക്കാരത്തിയെല്ലാം പറയുന്നുണ്ട്, ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്, നിങ്ങളിങ്ങനെ ശല്യപ്പെടുത്തരുത് എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. എന്നാലും ഈ മൊബൈലും പിടിച്ചുകൊണ്ട് ഇങ്ങനെ പുറകെ നടക്കുന്നുണ്ട്. ഇത് ഇവന്മാരെ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ട് വന്നതാണോ അതോ അറിഞ്ഞു വന്നതാണോ എങ്ങനെയാണെന്നറിയില്ല. എന്തായാലും സംഭവം പുറകെ തന്നെ ഉണ്ടായിരുന്നു ഇവരെല്ലാവരും. അങ്ങനെ കല്യാണം അടിപൊളിയായിട്ട് കഴിഞ്ഞു. രണ്ടുപേരും ഭയങ്കര ക്ഷീണിതരാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാധ്യമപ്രവർത്തകരോട് ഇവർ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്, പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് വരനെ. അങ്ങനെ വരനെ പരിചയപ്പെടുത്തി കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് ഈ പറയുന്ന ക്യാമറാമാന്മാരും മീഡിയക്കാരും എല്ലാം വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, ഇനിയാണ് കഥ തുടങ്ങുന്നത്. അതായത് ഈ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തതോടുകൂടി നമ്മുടെ വരനെ കണ്ടല്ലോ. വരൻ ഇതിനു മുമ്പ് വരൻ മീൻസ് ശ്രീജു. അപ്പോൾ പുള്ളിക്കാരൻ ഇതേപോലെ എൻഗേജ്മെൻറ്റ് സമയത്ത് തന്നെ കുറേ സൈബർ ബുള്ളിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഡബിളല്ല, അത് 3 ഇരട്ടിയായിട്ട് ആയി എന്ന് വേണം പറയാം. കാരണം കമൻറ്റ് ബോക്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ആ ഒരു മനോനിലയെ പറ്റി സത്യം പറയാലോ വളരെ പൈശാചിക്കുന്നേ പറയാനുള്ളൂ. കാരണം ഞാനെന്തോ വലിയ സംഭവമാണ്, മറ്റവന്മാരെല്ലാം ഭയങ്കര മോശമാണ് എന്നുള്ള രീതിയിലുള്ള കമൻസാണ്. എന്തോന്നറിയ ഇത് വാപ്പെണ്ണ് അല്ലെങ്കിൽ മീരാനന്ദന് ഇഷ്ടമുള്ള ഒരാളെ മീരാനന്ദൻ കല്യാണം കഴിച്ചു, അതും പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത്. ഓക്കെ, അതിന് നമുക്കെന്താ? അവരല്ലേ ജീവിക്കേണ്ടത്, അവരല്ലേ ഒരുമിച്ച് നടക്കേണ്ടത്. അതിന് നമുക്കെന്ത്? ഇപ്പോൾ വീഡിയോ വന്ന് നമ്മളത് കണ്ട് വേണമെങ്കിൽ ഒരു ആശംസ അയക്കണമെങ്കിൽ അയക്കുക, അല്ലെങ്കിൽ കണ്ടിട്ട് അങ്ങോട്ട് പോവുക, അത്രയല്ലേ ഉള്ളൂ. പിന്നെ അവിടെ ചെന്ന് മെഴുകി വാരി എന്തോന്നടേ ഇതെല്ലാം. ഞാൻ 1-2 കമൻറ്റ് വായിച്ചു നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ കണ്ട കമൻറ്റാണ്, ഒരു നല്ല കേരളച്ചക്കനെ കിട്ടിയില്ലേ, പുതപ്പ് വിൽക്കാൻ വരുന്ന പയ്യന്മാരെ പോലെ തോന്നുന്നു. എങ്ങനെയുണ്ട്? അതായത് പുതപ്പ് വയ്ക്കാൻ വേണ്ടി വരുന്ന പയ്യന്മാരെ, അത് പുതപ്പ് വയ്ക്കാൻ വരുന്ന പയ്യന്മാരെന്ത് അത്ര മോശമാണ്? എന്തോ ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ചേട്ടൻ ഒരു പുതപ്പ് വിൽക്കുന്ന ആളായിരുന്നെങ്കിൽ ചേട്ടൻ ഇവനെ പോലെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അതായത് സദാശിവൻ ചേട്ടനാണ് പറഞ്ഞിട്ടുള്ളത്. സദാശിവൻ ചേട്ടൻ എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കട്ടെ, നിങ്ങളെ ഞാൻ കാണിക്കത്തില്ല, കാരണം വെറുതെ എന്തിനാണ്. സദാശിവൻ ചേട്ടൻ പിന്നെ പൊള്ളിയാണല്ല, എൻ്റെ പൊന്നു ചേട്ട കൊള്ളാട്ട, കൊയിലാണ്ടിയായത് എൻ്റെ പൊന്നു. ചേട്ടൻ പുതപ്പല്ല, മറ്റേ വേറെ സാധനം വയ്ക്കാനാവുണ്ടോ? എൻ്റെ പൊന്നു. അടുത്ത കമൻറ്റ് നമുക്ക് വായിക്കുക. ഇമാതിരി മുതൽ, അതായത് ബ്രാക്കറ്റിൽ ജീവികൾ ഇനി ആ നാട്ടിൽ വേറെ ഇനി ഉണ്ടോ? ഒരു 10-20 എണ്ണം കിട്ടാൻ എൻ്റെ പൊന്നെ പെറ്റ തള്ള സഹിക്കൂല. ഇവൻ കമ്പിളിപ്പുതപ്പ് വിൽക്കാൻ ഇതിലെ ഇടയ്ക്ക് വരാറുണ്ട്, മഴക്കാലം സുഖമായി. ഇതെന്തോടോ കമ്പിളിപ്പുതപ്പിൻ്റെ കാര്യമാണല്ലോ മെയിൻ ആൾക്കാർ പറയുന്നത്, പുതപ്പിൻ്റെ കാര്യം. എന്താ ബംഗാളികളാണല്ലോ, അല്ലെങ്കിൽ ഈ സൗത്ത് അങ്ങോട്ടൊക്കെ ഉള്ളവരാണല്ലോ പിന്നെ ഇത് വിൽക്കാൻ വേണ്ടി വരുന്നത്, അതുകൊണ്ടായിരിക്കും. അതൊക്കെ ആയിരിക്കും ഇവന്മാരുടെ മനസ്സിലൂടെ പോയിട്ടുണ്ടാവും. ഓക്കെ, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ പുതപ്പ് വയ്ക്കാൻ വന്ന ബംഗാളി നീയല്ലേ? അല്ല എന്ന് നുണ പറയണ്ട, നീ തന്നെ, നിൻ്റെ കള്ളലക്ഷം കണ്ടിട്ടാ ഇത് തന്നെ പറയുന്ന. അടുത്തത് ഓക്കെ, സൗന്ദര്യത്തിലല്ല കാര്യം മനപ്പൊരുത്തം. ഒരു നല്ലൊരു കമൻറ്റ് കണ്ടല്ലോ എടോ, സത്യമല്ലേ? വെറുതെ കുറേ സൗന്ദര്യം ഉണ്ടായിട്ട് വീട്ടിൽ വന്നിരുന്നിട്ട് എടുത്തിട്ട് തല്ലുന്നവനാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം ഇല്ല, വെറുതെ എടുത്ത് കുനിച്ച് കൂമിനിട്ടിരിക്കുന്നവനാണെങ്കിൽ തീർന്നില്ലേ? സൗന്ദര്യമൊക്കെ 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഇങ്ങനെ നോക്കി നിൽക്കും, ഫോട്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ പിന്നെ ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ? അല്ലേലും അല്ല, ഇവർ ആണെങ്കിൽ അറേഞ്ച്ഡ് മാരേജ് അല്ലല്ലോ, ഇവർ നേരത്തെ പരിചയപ്പെട്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നവരാണ്. അവർക്ക് ഈ സൗന്ദര്യത്തിലൊക്കെ ഇതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൗന്ദര്യമാണ് അവരുടെ മെയിൻ ഇതെങ്കിൽ അവരവരുടെ ഇഷ്ടത്തിന് ആളെ മാറ്റൂലേ? നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം?
ഇതാ അടുത്തത് ഊളംപാറയിൽ നിന്നും കണ്ടെടുത്ത മുത്തുമണി. ഇവനൊക്കെ ഏതടാ, ഇവനൊക്കെ ഏത്? ഇതാ ഇവൻ്റെയൊക്കെ പ്രൊഫൈലൊന്നും നോക്കട്ടെ. ഇത് നിങ്ങളെ കാണിക്കാത്തതെന്ന് വെച്ചാൽ വെറുതെ എങ്ങനെയാണ് നാട്ടുകാരുടെ മുമ്പിൽ മോശപ്പെടുത്തുന്നതെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, പിന്നെ അടുത്തത് മൂക്കൻ എന്നൊക്കെ. മൂക്കൻ, അതായത് ഈ ചങ്ങായിൻ്റെ ശ്രീജുവിൻ്റെ മൂക്ക് കുറച്ച് നീളം കൂടുതലാണെന്ന് തോന്നുന്നു. അതിന് പറയും മൂക്കൻ. എന്താ ദൈവമേ, എന്തെല്ലാം കാണണം. അമ്പാട്ടരായതിൻ്റെ അനുജനാണ്. ഓക്കെ, ഇത് ഓക്കെ. നമ്മളൊരാളെ കാണുമ്പോൾ ചിലപ്പോൾ പറയും ഇന്നാളെ പോലെ ഉണ്ട്, ഇന്നാളെ പോലെ ഉണ്ട് എന്നൊക്കെ പറയും. അതൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ഓക്കെ. ഇതിപ്പോൾ ഈ ഒരു വീഡിയോ ഉണ്ട്, ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പം ഇതെല്ലാം കാണുന്നത് അമ്പാട്ടരായ. ഇനി ഈ ചങ്ങാതി നമ്മുടെ നിമിഷ സജയൻ്റെ ആരെങ്കിലും ഫുൾ ടൈം ഒരേ ഭാവം ഒരേ വികാരം. അതൊക്കെ പിന്നെ ഒരു തമാശയായിട്ട് എടുക്കാം, അതൊന്നും വിഷയമില്ല. പക്ഷേ ബോഡി ഷേമിങ്ങും അങ്ങനത്തെ ഒക്കെ ചെയ്യുന്ന കാണുമ്പോഴാണ് രണ്ടുപേരും ഒരു ചേർച്ചയില്ല. ഒരു ശ്രീകല ചേച്ചി പറഞ്ഞതാണ്, അത് ഒരു 10-60 വയസ്സുള്ള ചേച്ചിയാണ്, കണ്ടിട്ട് തോന്നുക. അപ്പോൾ ആ ചേച്ചി പറഞ്ഞേക്കുക രണ്ടാളും തമ്മിൽ ഒരു ചേർച്ചയില്ല. ചേർച്ച എന്ന് പറയുന്നത് നേരിട്ട് കാണുമ്പോൾ ഉള്ള രീതിയിലാണ് ചേച്ചി ഉദ്ദേശിച്ചിട്ടുണ്ടാവും. ഓക്കെ പോട്ടെ. അടുത്തത് പൊട്ടന് ലോട്ടറി അടിച്ച പോലെ. പൊട്ടന് ലോട്ടറി അടിച്ച പോലെയെന്ന് വർഗീസേട്ടൻ പറഞ്ഞതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഫേസ്ബുക്കിലൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന ഈ കമൻ്റ് ഇടുന്നവരെല്ലാം ഉണ്ടല്ലോ ഒരു 40-50 വയസ്സിന് മേലോട്ടുള്ളവരാണ്. അത് ജീവിതം കണ്ട് പഠിച്ച് അനുഭവിച്ച് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഇവരൊക്കെ ഇങ്ങനെ പറയുന്ന കാണുമ്പോഴാണ് എന്തോന്നറിയതല്ലോ. അപ്പോൾ നമുക്കിനി അടുത്ത കമൻറ്റിലേക്ക് പോകാം. അടുത്ത ഒരു മാന്യൻ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. ബംഗാളിയാണോ? അത് കുറേ പറയുന്നുണ്ട്. ഓക്കെ, അത് വിട്. അടുത്തതൊരു നല്ലൊരു കമൻറ്റാണ്. ആ നല്ലൊരു കമൻറ്റ് നമുക്ക് എന്തായാലും വായിക്കാം. സൗന്ദര്യം എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. മനസ്സിൻ്റെ സൗന്ദര്യമാണ് മനപ്പൊരുത്തം. അതുണ്ടെങ്കിൽ ജീവിതം സമാധാനമായി ജീവിക്കാം. സൗന്ദര്യം നോക്കി കല്യാണം കഴിച്ചൊരു പലരുടെയും ജീവിതം ഇടയ്ക്ക് വെച്ച് വേറെ പിരിയുന്ന കാഴ്ച നമ്മൾ കാണുന്നതാണ്. മനസ്സ് തമ്മിൽ പൊരുത്തപ്പെട്ട അതാണ് ജീവിതം. ഇതാണ് സത്യം. അപ്പോൾ ഈ ഒരു സംഭവം തന്നെയാണ് ഞാനും പറഞ്ഞു വന്നത്. സൗന്ദര്യം എന്നൊക്കെ പറയുന്ന ഒറ്റ നിമിഷം കൊണ്ട് പോകാനുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? കളറാണോ അല്ലെങ്കിൽ ഒന്നും എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ ഒരു രാജുവേട്ടനാണ് ഈ നല്ലൊരു കമൻറ്റ് ഇട്ടത്. നമുക്കിനി അടുത്ത വേറൊരു കമൻറ്റ് നോക്കാം. കൊച്ചു കള്ളൻ തത്തമ്മ മൂക്കൻ ബിജു കല്ലുവയൽ എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടൻ പറഞ്ഞാണ്. ആ ചേട്ടനെ ഞാൻ നോക്കട്ടെ, നിങ്ങളെ കാണിക്കുന്നില്ല വെറുതെ എന്തിനാണ്. എൻ്റെ പോലെ 5.2 ഫോളോവേഴ്സുള്ള ഗായകൻ, ഗാനരചയിതാവ്, കവി, സംഗീത സംവിധായകൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ, നടൻ എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ബിജു എന്ന് പറയുന്ന ഒരു ചേട്ടനാണ്. കൊള്ളാം ചേട്ടാ, കൊള്ളാം. അടുത്തത് മരംകൊത്തിയാണോ? കൊള്ളാം, നല്ല കമൻറ്റ്. ഇയാൾക്ക് ഈ വിവാഹത്തിൽ താല്പര്യം ഇല്ലായിരുന്നു. അതൊക്കെ പിന്നെ ഓക്കെ, മുഖത്തെ എക്സ്പ്രഷനെല്ലാം കണ്ടിട്ട് പറയാനാന്ന് വിചാരിക്കാം. ഇതടുത്ത് ഭാഷ എന്ന് പറഞ്ഞ ചേട്ടൻ പറഞ്ഞിട്ടാണ്, മൂക്കിടിക്കും മോളെ, പറഞ്ഞിട്ട് കാര്യമില്ല. ചേട്ടൻ്റെ ഉമ്മത്താണല്ലോ മൂക്കിടിക്കാൻ വരുന്നത്. മീരയ്ക്ക് പറ്റിയ അബദ്ധം എന്നാണ് ഒരു 10-50 വയസ്സുള്ള ഒരു ശീവച്ചേച്ചി പറഞ്ഞിട്ടുള്ളത്. ഇത്രയും വയസ്സായിട്ടും ഇത്രയും ജീവിത അനുഭവങ്ങൾ ഉണ്ടായിട്ടും ഇപ്പോഴും ഇമ്മാതിരി കൺസെപ്റ്റ് മനസ്സിൽ കൊണ്ടേ നടക്കുന്ന ശീവച്ചേച്ചി കള്ള. ഇനിയും കുറേ നാൾ ഈ കൂതറയുടെ വിശേഷമായിരിക്കും. അത് പിന്നെ പോട്ട്, അതൊന്നും പിന്നെ അങ്ങനെ പറയുന്നതല്ലാന്ന് വിചാരിക്കാം. ഇവൻ എന്തൊക്കെ കുഴപ്പമുള്ളതാണെന്ന് അടുത്ത പ്രവീൺ ചേട്ടൻ പറയുക. ഇവൻ പൊട്ടനാണോ? അടുത്തൊരു കമൻറ്റ്. ഞങ്ങളുടെ ഒരു കൂട്ടുകാരനുണ്ട്, അവനെ ഞങ്ങൾ മൂക്കൻ എന്നാണ് വിളിക്കുന്നത്. ഇനി അവനാണോ ഇവൻ? ചേട്ടനാൾ കൊള്ളാലോ. പ്രദീപ് എന്ന് പറഞ്ഞൊരു 10-55 വയസ്സുള്ള ചേട്ടനെ കണ്ടിട്ട് സ്വന്തം കൂട്ടുകാരനെ വരെ ഇങ്ങനെയാണ് ഇവന്മാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ നാട്ടുകാർ കാര്യം പറയാനുണ്ട. എൻ്റെ പൊന്നു ചേട്ടാ, ചേട്ടൻ്റെ ആ കൂട്ടുകാരനൊക്കെ എങ്ങനെ ചേട്ടൻ്റെ കൂട്ടുകാരനായി? ചേട്ടനാൾ കൊള്ളാലോ, സ്വന്തം കൂട്ടുകാരന്മാർക്കിട്ട് വരെ ഇങ്ങനെയാണ് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നടക്കുന്നത്. എല്ലാം തികഞ്ഞവർ കമൻ്റ് ഇട്ട് കളിക്കുന്നു. അത് നല്ലൊരു മികച്ച ഒരു കമൻറ്റാണ്. കാരണം ഈ കമൻ്റ് ഇട്ടവരെല്ലാവരുടെയും പ്രൊഫൈൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ഇവരെങ്ങനെയാണെന്നുള്ളത്. അതും ഞാൻ അതിൻ്റെ നമ്മുടെ ന്യൂജൻ പിള്ളേർ പിന്നെയും കുറച്ച് നല്ലൊരു പിള്ളേരാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ കമൻറ്റ് വായിച്ചവരിലൊരു 3/4 പേരും ഒരു 10-50 വയസ്സിനോട് ചേർന്നിട്ടുള്ള ആണുങ്ങളും പെണ്ണുങ്ങളുമാണ്. അവർക്കാണ് ഭയങ്കര പ്രശ്നം. ഈ സൗന്ദര്യം വേണം, അല്ലെങ്കിൽ എന്താണ് മൂക്ക് നീളാൻ പാടില്ല, ഫുൾ ടൈം ചിരിച്ചുകൊണ്ട് നിൽക്കണം. എന്തോന്നറിയത്? നിങ്ങളുടെ വീട്ടിൽ നിന്നാണ് അരി മേടിച്ചു കൊടുക്കുന്നവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്? അല്ലല്ല. അയ്യോ, സ്വന്തം മക്കളുടെ
ഇതേപോലെയൊക്കെ ആണെങ്കിൽ അവരെ ഇതേപോലെ ആയിരിക്കുമല്ലോ വീട്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവുക. എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഷോ അല്ലെങ്കിൽ ചെറിയൊരു കുറവൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ ഇതേപോലെ തന്നെ ആയിരിക്കുമല്ലോ പരിപാടി. എന്തായാലും നടക്കട്ടെ. ഇനിയിപ്പോൾ അടുത്ത സെലിബ്രിറ്റി കല്യാണം കഴിക്കും. അപ്പോൾ അവരുടെ പുറകെ നമുക്ക് ഇതേപോലെ കമൻ്റ് ഇട്ട് പോകാം. ഓക്കെ.